ഇന്നത്തെ അറിയിപ്പുകൾ. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനുള്ള സർക്കാർ നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ്സുകൾ. ബജറ്റിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ജൂൺ 19 ശേഷം ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് മുന്നറിയിപ്പ്. KSRTCയിലെ സൗജന്യ യാത്രാ പ്രഖ്യാപനം തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്ത്രീ യാത്രക്കാർ കൂടിയില്ലെങ്കിൽ സർവീസ് നടത്താൻ കഴിയില്ലെന്നും വൻ നഷ്ടമാണ് സഹിക്കേണ്ടി വരികയെന്നും തൃശൂരിൽ ചേർന്ന ഓൾ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ യോഗം വിലയിരുത്തി. സർക്കാർ പറഞ്ഞ പൈസയ്ക്കാണ് സ്വകാര്യ ബസ്സുകൾ ഓടുന്നത്. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങളായി. സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കാൻ പാക്കേജ് വേണമെന്നും KSRTCക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വകാര്യ ബസ് സർവീസിനും വേണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. മേഖലയെ സംരക്ഷിക്കുന്ന പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ബജറ്റിനു ശേഷം സ്വകാര്യ ബസ് പണിമുടക്കുണ്ടാകുമെന്നും ഉടമകൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൺസൂൺ കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്ന് ചെറുമീനുകളെ പിടിക്കുന്നതിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. നിയമം ലംഘിച്ച് മീനുകളെ പിടിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് കാത്തിരിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതോടെ മത്സ്യങ്ങൾ മുട്ടയിടാനായി ഒഴുക്കിനെതിരെ നീന്തുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ വെള്ളമൊഴുകുന്ന വഴിയിൽ തടസ്സം വരുത്തിയും അനധികൃത ഉപകരണങ്ങൾ ഉപയോഗിച്ചും മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടികൂടുന്നത് ജലാശയങ്ങളിലെ മത്സ്യവംശനാശത്തിന് കാരണമാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. നിയമം ലംഘിച്ച് മീനുകളെ പിടിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് കാത്തിരിക്കുന്നത്. 6 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖല ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ നിയമപ്രകാരമാണ് മത്സ്യങ്ങളുടെ മുട്ടയിടൽ കാലത്തെ ചെറുമീൻ പിടുത്തം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പ്രത്യേക പെട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി മീൻപിടുത്തം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വിവരം അറിയിക്കാം. ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലോ തൊട്ടടുത്തുള്ള മത്സ്യഭവനങ്ങളിലോ ആണ് വിവരങ്ങൾ കൈമാറേണ്ടതെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം 2027 ഓഗസ്റ്റിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാൻ KMRL. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും അധികൃതർ. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം 2027 ഓഗസ്റ്റ് മാസം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാനാണ് KMRL പദ്ധതിയിടുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗമാർന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രതിദിനം 25 മുതൽ 30 മീറ്റർ വരെ പാത നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ട്. സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പൈലിംഗ്, പൈൽ ക്യാപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഫൗണ്ടേഷൻ ജോലികളും പൂർത്തിയായി. പാതയ്ക്കായുള്ള പൈലിംഗ് ജോലികളുടെ ഏകദേശം 85% പൂർത്തീകരിച്ചു. കൂടാതെ യു ഗർഡറുകളും ഐ ഗർഡറുകളും ഉൾപ്പെടുന്ന ഏകദേശം 3.5 കിലോമീറ്റർ സൂപ്പർ സ്ട്രക്ചർ സ്ഥാപിച്ച് ട്രാക്ക് തയ്യാറാക്കുന്നതിന് സജ്ജമാക്കിയിട്ടുണ്ട്. 2027 ജൂണോടെ മെട്രോ റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഓഗസ്റ്റോടെ സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് KMRL അറിയിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണ് കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നീളുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ 2ാം ഘട്ടം കമ്മീഷൻ ചെയ്യാനായിരുന്നു KMRL ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തിയിൽ കാലതാമസം നേരിട്ടതോടെയാണ് 1 വർഷത്തിലധികം സമയം കൂടി KMRLന് വേണ്ടിവന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ നേരിട്ട് കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കാൻ സംസ്ഥാന സർക്കാർ. പകരം സർക്കാർ ഖജനാവിലേക്ക് മാറ്റാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ നേരിട്ട് കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കി പകരം സർക്കാർ ഖജനാവിലേക്ക് മാറ്റാനാണ് സർക്കാർ നീക്കം. കിഫ്ബിക്ക് പണം ആവശ്യമുള്ളപ്പോൾ സർക്കാർ തന്നെ കൈമാറും. കിഫ്ബി പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ എടുക്കുന്നതും അവസാനിക്കും. KM ചന്ദ്രശേഖർ അധ്യക്ഷനായ ധവളപത്ര സമിതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നീക്കം. നികുതി ഇനത്തിൽ പ്രതിവർഷം 4,000 കോടിയോളം രൂപ കിഫ്ബി കൈപ്പറ്റുന്നതായാണ് കണക്ക്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ മാത്രം വർഷം 3,300 കോടി രൂപ. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും 1 ലിറ്റർ ഇന്ധനത്തിന് 1 രൂപ നിരക്കിൽ ഈടാക്കുന്ന സെസ്സും ഇപ്പോൾ കിഫ്ബി അക്കൗണ്ടിലേക്ക് അന്നു തന്നെ പോകുകയാണ്. 2016 മുതൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ 22,000 കോടിയാണ് ഈ രണ്ടിനത്തിലും കിഫ്ബിക്ക് ലഭിച്ചത്. ഈ തുക ഖജനാവിലെത്തിയാൽ ധനപ്രതിസന്ധിക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.